ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്നത്തെ പെരുന്നാളിൻ്റെ നമ്മളുടെ ആ ദിവസമാണ് ഇന്ന്. അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ നമ്മളെ വിശേഷമായിട്ടുള്ള ഒരു ദിവസം കൂടി, വിശേഷമായിട്ടുള്ള ഒരു വാർത്തയും കൂടി അറിഞ്ഞതിൻ്റെ സന്തോഷ ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും പെരുന്നാൾക്ക് പൂട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഒറ്റക്കുത്തിൽ 3 പേർക്ക് തിന്നാളത് കിട്ടുമല്ലോ എന്നുള്ള ഇതിൽ നമ്മൾ നേരത്തെ തന്നെ ആ പണിയാണ് നോക്കുക. ഇന്ന് പെരുന്നാൾ കൂടാനായിട്ട് ആസിഫും ഷെറിയും കൂടി നമ്മളൊപ്പം ഉണ്ട് കേട്ടോ. ആസിഫും ഷെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനും വൈഫുമാണ്. കാരണം ഉമ്മ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇത്തവണ അവരും ഇവിടെയാണ് പെരുന്നാൾ കൂടുന്നത് കേട്ടോ. എല്ലാ തവണത്തെ പെരുന്നാൾ പോലെയല്ല ഇത്തവണത്തെ പെരുന്നാൾ. ഒരുപാട് സങ്കടവും സന്തോഷവും എല്ലാം കൂടി നിറഞ്ഞിട്ടുള്ള ഒരു പെരുന്നാൾ ദിവസം കൂടിയാണ് കേട്ടോ. പെരുന്നാളായിട്ട് പുതിയ പണ്ടാരി വന്നിട്ടുണ്ട് മക്കളെ. നമ്പറൊക്കെ ഇട്ട ഭണ്ടാരി 53 നമ്പർ. ഇത്തവണ ഇമ്മയും സാക്കും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെരുന്നാൾക്ക് ഒരു മൂടില്ലാണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവർ വന്നതിൻ്റെ ശേഷമാണ് ഒന്ന് വെച്ചും വിളിയൊക്കെ വരൻ്റെ ഉള്ളിൽ തുടങ്ങിയത്. കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ വല്ല പണ്ടാരിയാണെന്ന്. പക്ഷെ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കുന്നത് ലുക്ക് ഉണ്ടെന്ന്. പണ്ടാരിയുടെ ലുക്കും ഗമൊക്കെ ഉണ്ടെന്നുള്ള യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ മന്തിയാണെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. നിങ്ങൾക്കൊക്കെ പെരുന്നാൾക്ക് ഓരോരുത്തർക്ക് എന്തൊക്കെയായിരുന്നു ഫുഡ് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യിട്ടാ. അപ്പോൾ അതാ ഞങ്ങൾ ഒരു തലക്കൂടെ പള്ളിക്ക് പോണതിൻ്റെ മുന്നേ ചായക്കുള്ള പരിപാടിയും ഒരു തലക്കൂടെ മന്തിക്കുള്ള പരിപാടിയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ ഓരോരുത്തർ എണീറ്റ് വന്ന് അവരെ കുളിക്കാൻ പറഞ്ഞയക്കലും അങ്ങനെയുള്ള രാവിലത്തെ എല്ലാവരും വീട്ടിലെയും പോലത്തെ ജഗപൊക വിശേഷങ്ങൾ. ഞാൻ കുറേ കാലമായിരിക്കണം കേട്ടോ മുല്ലപ്പൂ വെച്ചിട്ട്. ഇന്നലെ ഇപ്പോൾ ഇവർ പൊന്നാനി പോയി വന്നപ്പോൾ മക്കൾക്ക് കൊടുന്നതാണ് പെരുന്നാൾക്ക് വെക്കാനാന്ന് പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് മുതൽ എല്ലാ പെരുന്നാളിൻ്റെ തലേന്നും പൊന്നാനി പോകൂട്ടാ. അവർ പൊന്നാനി വിശേഷങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല രസമാണ്. എന്നോട് ഇങ്ങനെ പറയായിരുന്നു ശരി അവിടുത്തെ പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ. കാരണം പൊന്നാനിയിൽ തലേന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാത്ത പൂരപ്പറമ്പ് പോലെയാണ് പോലും. നിറയെ ലൈറ്റൊക്കെ വെച്ച് പിന്നെ കുറേ എണ്ണക്കടിയോളും മുല്ലപ്പൂവും അങ്ങനെ പല സംഭവങ്ങളുണ്ടാകും അത്ര അവിടുത്തെ മാർക്കറ്റിൽ. അപ്പോൾ അവിടെ എല്ലാവരും കാണാത്തോളം അറിയേണ്ട പ്രായമായ മുതൽ ചെറുപ്പക്കാർ വരെയുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കാണാൻ മുല്ലപ്പൂ വാങ്ങിക്കാണ്ട് പോണ് പെരുന്നാൾക്ക് വെക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ പല തരമുള്ള കടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നല്ല രസമാണ് അവിടെ കാണാനെന്നൊക്കെ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലേക്കായിരിക്കുമല്ലോ പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ അല്ലേ. നിങ്ങളെ നാട്ടിലൊക്കെ പെരുന്നാളായാലും എങ്ങനെയാന്നൊക്കെ ഒന്ന് പറയട്ടാ. എന്താ മുടിയൊക്കെ മുഖത്തൊക്കെ വന്നിക്കണ്. കുളിച്ച് വായോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിമ വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ല മണമുണ്ടല്ലേ അവിടെ അടുക്കളയിലൊക്കെ നല്ല മണമുണ്ട്. എൻ്റെ കുട്ടി സൂപ്പറായല്ലോ. വാച്ച് കെട്ടണ്ടേ? വാച്ച് കെട്ടിക്കളെ. വലിയ ബെറ്റൊക്കെ ഇട്ടിക്കണ്. നീ പോയി വാച്ച് കെട്ടിക്കളെ. അത് വരും ചായ പിടിച്ച് പോവാൻ നോക്ക്. ഫിനുവാ പോയാ എല്ലാവരോടും വന്നിരിക്കാൻ പറയും. കസാരൊക്കെ വിരിച്ച് വെക്ക്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പെരുന്നാൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി പെരുന്നാൾ നിസ്കാരമാണ്. അപ്പം ഇനി അതിൻ്റെ കാര്യങ്ങളും കൂടി അങ്ങോട്ട് കഴിച്ചിട്ട് വരാം. അങ്ങനെ മാമനും കുട്ടി ഇതാ പെരുന്നാൾ ജുമാക്ക് പോകുന്നു. എടാ മാമനും ഫീനും എല്ലിനും പോയിട്ടാ. പോയിക്കോ മുടിയൊന്ന് പറഞ്ഞാളെ. അങ്ങനെ അതെൻ്റെ ഫീന് കൂട്ടം മാറ്റി ജുമാക്ക് പോവാൻ നിൽക്കും. പോയിക്കോ. അങ്ങനെ അതാ അവരെ പള്ളിയിലൊക്കെ പറഞ്ഞയച്ച് ഞാനും പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുക്കളയിൽ കയറി പായസത്തിനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പായസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ ആലോചന മൊത്തം കഴിഞ്ഞ പെരുന്നാളായിരുന്നു. അതായത് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ഖത്തറിൽ കിച്ചുവിൻ്റെ ഒപ്പമുള്ള പെരുന്നാൾ. അത് മറക്കാൻ പറ്റാത്തൊരു പെരുന്നാൾ തന്നെ ആയിരുന്നു കേട്ടോ. രാവിലെ എല്ലാവരും കൂടിയുള്ള എണീക്കലും പിന്നെ ഒരുമിച്ച് മാറ്റി റെഡിയായി ഒരുമിച്ചുള്ള പള്ളിയിൽ പോക്കും അത് കഴിഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ തവണ പിന്നെ നാത്തൂനും മക്കളൊക്കെ പാടി അങ്ങോട്ടുള്ള പെരുന്നാൾ കൂടാനുള്ള വരവും അങ്ങനെ നല്ല രസമുള്ളൊരു പെരുന്നാൾ തന്നെ ആയിരുന്നു കേട്ടോ. ഇന്നലെ കിച്ചു അവിടെ പെരുന്നാളായിരുന്നല്ലോ. അങ്ങോട്ട് വിളിച്ച സമയത്ത് ഈച്ച് വെറുതെ ഇങ്ങനെ കിടക്കണം, ഒന്നും ചെയ്യാനില്ല, വെറുതെ ഒടുക്കും പോകാനില്ല എന്നൊക്കെയുള്ള ലെവലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിട്ടാണ്. ഇത്തവണ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. മറ്റേത് ഞങ്ങൾ പെരുന്നാൾ ചോർന്നൽ കഴിഞ്ഞാൽ നേരെ സാക്കുവിൻ്റെ വീട്ടിലേക്ക് പോകും. ഓലൊക്കെ കൂട്ടി വരലാണ് ഞങ്ങളെ ഏറ്റവും വലിയ പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉമ്മാൻ്റെ വീട്ടിൽ പോകും, ഉപ്പാൻ്റെ വീട്ടിൽ പോകും, അങ്ങനെയൊക്കെയാണ്. ഇത്തവണ പിന്നെ എങ്ങോട്ടും പോകാനും ഇല്ല വരാനും ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥ തന്നെയാണ് ഞങ്ങളത് വിട്ടാ. ഇമ്മയും സാക്കും കുട്ടികളും ഇല്ല. കിച്ചുവിൻ്റെ കൂടെയുള്ള ആ ഒരു നൃത്തത്തിൻ്റെ മിസ്സിങ്ങും അങ്ങനെ എല്ലാം കൂടിയായിട്ട് വല്ലാത്ത ഒരു സങ്കടം കൂടി നിറഞ്ഞൊരു പെരുന്നാളാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയട്ടാ.
ഇവിടെ ഷെറി ആറ്റടിയും ബബുലുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾക്ക് മുടി കൊട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഓല രണ്ടാളും ഡിമാൻഡും കാര്യങ്ങളും ഓൾക്ക് ഒത്തുപോകാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇജ് മാറിക്കാളം മളെ ഞാൻ കെട്ടിക്കൊടുത്തോളാന്ന്. കാരണം ഓൾക്ക് ഓലയിട്ട് കുറേ നേരം മല്ല് കെട്ടാൻ പറ്റൂല, ഓൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഒരു വീഡിയോയിൽ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയനക്ക് കുട്ടികളായെന്നൊക്കെ. ഓൾക്ക് ഇത് 5ാം മാസമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആറ്റക്കും ബബുലുക്കും മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചപ്പോൾ ഉള്ള ഓലൊരു പൊലിവ് ഭയങ്കരമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ എത്ര വലിയ പൊലിവ് കാട്ടിയാലും ഇടയ്ക്കിടയ്ക്ക് ആറ്റക്ക് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. പപ്പാക്കൊന്ന് മെസ്സേജ് അയക്കട്ടെ, പപ്പാക്കൊന്ന് വിളിക്കട്ടെ, ഉമ്മച്ചി പപ്പാക്കൊന്ന് വിളിച്ചു നോക്ക്, ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് ആ പപ്പ വരിക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഓൾ ഇങ്ങനെ ഇടക്കും വലക്കും ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മക്കളെ ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഞാനും വീണ്ടും ഒന്നും കൂടി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴത്തേന് ഇതാ ഫിനും ഫ്രണ്ട്സൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓലെ കുറേ വിശേഷങ്ങൾ പറച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നിന്നപ്പോത്തിന് നമ്മൾ ആറ്റമ്മാക്ക് വീണ്ടും തുടങ്ങി പയ്യരും പരിഭവം. അവിടെ നോക്ക് എന്നുവെച്ച് പറഞ്ഞതൊക്കെ കേൾക്ക്. പപ്പ ഇനി ഉറങ്ങി നീറ്റി കഴിഞ്ഞാൽ ആറ്റിനെ വിളിക്കും. ഇങ്ങനെ പെരുന്നാളായിട്ട് ഇങ്ങനെ കരയാണെന്ന് വെച്ചാൽ പപ്പാക്ക് അവിടെ സന്തോഷം ഉണ്ടാവില്ല കേട്ടാ. പപ്പ ഉറങ്ങാണ് പൊന്നെ കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചു തരാൻ പറഞ്ഞില്ലേ. കിച്ചു പോയതിന് ശേഷം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒട്ടുമിക്ക ദിവസങ്ങളിലെ അവസ്ഥ ഇട്ടാ. കാരണം ചില നേരത്ത് ആറ്റയായിരിക്കും, ചില നേരത്ത് ബബുലു ആയിരിക്കും. രണ്ടാൾക്കും ഇടയ്ക്കിടയ്ക്ക് പപ്പാനെ കാണണം, പപ്പാനെ വിളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലാണ്. വിളിച്ചാൽ തന്നെ നേരം വണ്ണം നല്ലപോലെ 2 വർത്താനം പറയുമ്പോഴത്തേനും ഓള് കരയാൻ തുടങ്ങും. അപ്പം അത് കാണുമ്പോൾ ഇവിടെ നിൽക്കും, അവിടെ നിൽക്കണ കിച്ചുവിനും രണ്ടാൾക്കും ഇടങ്ങാറാണ് കേട്ടാ. പിന്നെ ഈ പ്രായം മക്കളെ നമ്മൾ എത്രത്തോളം എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അവരിടങ്ങാറ് അവർക്കും നമ്മളിടങ്ങാറ് നമുക്കും ഒക്കെ അല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ തന്നെയാണ് എല്ലാ പ്രവാസികളും പിന്നെ അവരെ കുടുംബക്കാരെയും ഒക്കെ അവസ്ഥ. എന്തായാലും എല്ലാവർക്കും നല്ല പെരുന്നാളും നല്ല ദിവസങ്ങളും ഒക്കെ ആവട്ടെ. പിന്നെ ഒരു വിധത്തിൽ ആറ്റനും ബബുലുവിനൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് പപ്പാക്കും ഉമ്മയ്ക്കും സാക്കുമാക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട്. കാരണം നേരം കുറേ ആയിട്ടും ഞങ്ങളെ ഫോട്ടോസൊന്നും കാണാത്ത കാരണം സാക്കും പിന്നെ കിച്ചുമൊക്കെ ചോദിക്കൽ തുടങ്ങി, എവിടെ മക്കളൊന്നും ഫോട്ടോസും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ, എന്തെടുക്കാത്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെരുന്നാൾ ചോറ് ഞാൻ ഇരുന്നിട്ടാ. അത് കഴിഞ്ഞപ്പോഴൊക്കെയാണ് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ഇന്ന് നമ്മളെ ആറ്റക്കും ബബുലുക്കും ലിനുക്കും ഫിനുക്കൊക്കെ കൂട്ടായിട്ട് അൽഹംദുലില്ലാ നമ്മളെ വീട്ടിലേക്ക് പുതിയൊരാളും കൂടി വന്നിക്കാണ് കേട്ടോ. നാത്തൂൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതായത് കിച്ചുവിൻ്റെ ചെറിയ അനിയത്തി ഇട്ട ആൾ പ്രസവിച്ചു. ഇന്ന് രാവിലെ പെൺകുട്ടിയാണ് കേട്ടോ, നോർമൽ ഡെലിവറി തന്നെയാണ്. അപ്പോൾ കുട്ടീനെ ഇപ്പോൾ റൂമിലേക്ക് കൊടുന്നതിന് ശേഷം അവിടെ നിന്ന് വീഡിയോ കോൾ വിളിച്ചപ്പോൾ ആറ്റും ബബുലും ലിനുവും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പെരുന്നാൾ ചോറയ്ക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ തറവാട്ടിലൊക്കെ ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാധാരണ എല്ലാ പെരുന്നാൾക്കും ചോറുന്നലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ പോവുക സാക്കുവിൻ്റെ വീട്ടിലേക്കാണ്, മൗണ്ടിരിക്ക പോവുക ഓളെ വിളിക്കാനൊക്കെ. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ പെരുന്നാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്തവണ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ഒരു പെരുന്നാൾ പറഞ്ഞാൽ അതാണ് അല്ലേ. സാക്കുമ്മല്ല, ദീദില്ല, മക്കളാരും ഇല്ല. പിന്നെ കഴിഞ്ഞ പെരുന്നാൾക്കും അതിൻ്റെ മുന്നത്തെ പെരുന്നാൾക്കും കിച്ചുവിൻ്റെ കൂടെ ഖത്തറിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് പറഞ്ഞാൽ തീരാത്തത് അതാണ്. അപ്പോൾ ശരിക്കും ഇന്നലെയൊക്കെ ഭയങ്കര ഇടങ്ങറായിരുന്നു കേട്ടോ. അവിടുത്തെ ഖത്തറിലത്തെ പെരുന്നാളൊക്കെ അങ്ങനെ ശരിക്കും ഓർമ്മ വരികയായിരുന്നു. അപ്പോൾ എന്തായാലും ഓരോ വർഷങ്ങളിൽ നമ്മൾക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നേരിട്ടിട്ട് പോകണം. അങ്ങനെ മക്കളൊക്കെ പെറുക്കി വണ്ടിയിലിട്ട് ഞാൻ നേരെ തറവാട്ടിക്ക് വന്നിട്ടാണ്. തറവാട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉപ്പാൻ്റെ വീട്. ഇവിടെ വെല്ലിമ്മ, വെല്ലിപ്പ, എളാമ്മ, എളാപ്പ മക്കൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ഈ തുമ്പാറൊക്കെ വിഷ് ചെയ്ത് എല്ലാവരും കൂടി ചേർന്നിരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമ.